കെ.എം. ഷാജിയും വി.ഡി. സതീശനും ഉറപ്പായും തോൽക്കണം. ഇത് കേരളത്തിൻ്റെ ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ ഈ ഹിന്ദു സമൂഹത്തിൻ്റെ ആവശ്യമാണ് എന്ന് പറയപ്പെടുന്നു. എന്തുകൊണ്ട് ഇവർ തോൽക്കണം? ഈ രണ്ടു പേരും ഇപ്പോൾ കെ.എം. ഷാജി UDF ജയിക്കണം എന്നാവശ്യപ്പെട്ടത് എന്തിൻ്റെ പേരിലായിരുന്നു? മതത്തിൻ്റെ പേരിൽ അല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. 2 മന്ത്രിമാരുണ്ടായിരുന്നതാണ് കേട്ടോ, 3 മന്ത്രിമാരുണ്ടായിരുന്നതാണ്. അതൊന്നും കിട്ടലല്ല. അപ്പോൾ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ജയിക്കണം എന്നാണ്. ഒരു ജനപ്രതിനിധിയായിട്ട് മത്സരിക്കുന്ന ഒരാളുടെ ലക്ഷ്യം ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കണം, അതിനു വേണ്ടി ജയിക്കണം എന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വോട്ടർമാരിൽ എല്ലാ തരം ജനവിഭാഗങ്ങളും ഉണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പോൾ എല്ലാത്തരം ജനവിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക ജനവിഭാഗം മാത്രം ജയിക്കണം എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരാൾ ജയിക്കണോ എന്നുള്ള കാര്യം ജനങ്ങൾ ആലോചിക്കേണ്ടതാണ്. കാരണം അദ്ദേഹം ചെന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത് തനിക്ക് വോട്ട് ചെയ്ത തൻ്റെ നിയോജക മണ്ഡലത്തിലെ ഇതര ജനവിഭാഗങ്ങളെ അല്ല, മുസ്ലിങ്ങളെ മാത്രമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ജയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു MLA ആണ് ഷാജി. അങ്ങനെ ഒരാളൊരു ജനാധിപത്യ സംവിധാനത്തിൽ ജയിക്കുന്നത് ശരിയാണോ? ഇതാണ് ചോദ്യം. അങ്ങനെ ഒരാൾ, കാരണം ജനാധിപത്യ സമൂഹത്തിൽ ചിലപ്പോൾ ഇദ്ദേഹം മത്സരിക്കുന്ന നിയോജക മണ്ഡലത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കുറവായിരിക്കും, പക്ഷെ അവരുടെ കൂടി പ്രതിനിധിയല്ലേ ഇദ്ദേഹം. അങ്ങനെയുള്ള ഒരാൾ താൻ മത്സരിക്കുന്നതും ജയിക്കാൻ ആഗ്രഹിക്കുന്നതും എല്ലാം മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് നിൽക്കുന്ന ഒരാളാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ഇല്ല, അത് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു കാരണവശാലും നമുക്കത് അംഗീകരിക്കാനായിട്ട് സാധ്യമല്ല. അപ്പോഴെന്ത് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അപ്പോൾ നമുക്ക് അവർക്ക് ജയിക്കാതിരിക്കുക എന്നുള്ള അങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് താൻ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരാളും ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ബഹുമത സമൂഹത്തിൽ ജയിക്കുകയോ അസംബ്ലിയിൽ എത്തുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് സർ, ഇതേ നിലപാട് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലുള്ള വലിയ നേതാവും പ്രധാനമന്ത്രിയുമായിരുന്ന മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട്. മൻമോഹൻ സിംഗ് പറഞ്ഞതും തെറ്റ് തന്നെയാണ്. നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ അത്. അതെ, കാരണം ഇവിടുത്തെ റിസോഴ്സസിൻ്റെ ഒന്നാമത്തെ അവകാശികൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത് മൻമോഹൻ സിംഗാണ്. അതുപോലെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സതീശൻ എടുക്കുന്നത്. ജനാധിപത്യവും തീവ്രവാദവും ഒരുമിച്ച് ചേർന്ന് പോകില്ല. ജനാധിപത്യം തീവ്രമല്ല, മിതത്വമാണ് ജനാധിപത്യം. തീവ്രം വന്നു കഴിഞ്ഞാൽ അവർ പറയുള്ളൂ, കേൾക്കാൻ സൗമനസ്യം കാണിക്കില്ല. ജനാധിപത്യം ഒരു സംവാദമാണ്, പറയുകയും കേൾക്കുകയും ചെയ്യുന്നൊരു സംവാദം. പറയുന്നവനും പറയാനുണ്ട്, കേൾക്കുന്നവന് കേൾക്കാനുമുണ്ട്. ജനാധിപത്യം 2 വിഭാഗത്തെയും അംഗീകരിച്ച് അവരുടെ സഹവർത്തിത്വം ഉറപ്പാക്കുന്നൊരു രീതിയാണ്. അതാണ് ജനാധിപത്യം. 2 വിഭാഗത്തെയും അംഗീകരിക്കണം, അവരുടെ സഹവർത്തിത്വം ഉറപ്പാക്കുകയും വേണം. അതാണ് ജനാധിപത്യം. പക്ഷേ ഇവിടെ പറയുന്നത് ഒറ്റ വിഭാഗത്തിൻ്റെ അവകാശം, അത് തീവ്രവാദമാണ്. ആ തീവ്രവാദി ഒരിക്കലും മറ്റവൻ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കില്ല. അവിടെ ജനാധിപത്യമില്ല, ഏകാധിപത്യമായിരിക്കും. അപ്പോൾ ഏകാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ് ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന വി.ഡി. സതീശൻ. അയാൾ ജയിക്കണോ വേണ്ടയോ എന്നുള്ള അയാൾ ജയിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണ്. കാരണം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തീവ്രവാദികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാൾ
ജനാധിപത്യ സംവിധാനത്തിൽ ജയിച്ചു പോകാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തീവ്രതയില്ല. എന്ത് തീവ്രത, എക്സ്ട്രീമിസത്തിലേക്ക് പോയാൽ ജനാധിപത്യം ഉണ്ടാകില്ല. ജനാധിപത്യം എപ്പോഴും മോഡറേറ്റാണ്. കാരണം ഞാനും നിങ്ങളും ഒരുമിച്ച് സഹവസിക്കുന്നതാണ് ജനാധിപത്യം. വിയോജിക്കാനുള്ള മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെടുന്നതാണ് ജനാധിപത്യം. തീവ്രവാദത്തിൽ വിയോജിപ്പിന് അവസരങ്ങളില്ല, സഹവാസമില്ല, സംഹാരമാണുള്ളത്. അപ്പോൾ സംഹാരത്തിൽ വിശ്വസിക്കുന്ന ഒരു തത്വശാസ്ത്രമാണ് വി ഡി സതീശൻ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ പ്രചരിപ്പിക്കുന്ന കാര്യവും കെ എം ഷാജി പറഞ്ഞ കാര്യവും തമ്മിലൊരു വ്യത്യാസമില്ല. രണ്ടുപേരും ജനാധിപത്യ വിരുദ്ധമായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ്. കാരണം ജനാധിപത്യം പറയുമ്പോൾ എനിക്ക് പറയാനും നിങ്ങൾക്ക് കേൾക്കാനും, നിങ്ങൾ പറയുന്നത് ഞാനും കേൾക്കണം, കേൾക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ജനാധിപത്യം. തീവ്രവാദത്തിൽ പറയൽ മാത്രമുള്ളൂ, കേൾക്കലില്ല. അവിടെ ജനാധിപത്യമില്ല. അപ്പോൾ കെ എം ഷാജിയും വി ഡി സതീശനും ഒരുപോലെ ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ ജനാധിപത്യത്തിൻ്റെ പേരിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവർ യഥാർത്ഥത്തിൽ ജനാധിപത്യ സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ക്ഷുദ്രശക്തികളാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ആരെല്ലാം തീവ്രവാദത്തെ സംരക്ഷിക്കുകയും തീവ്രവാദത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നുണ്ടോ, എനിക്ക് ഒരൊറ്റ വിഭാഗത്തിൻ്റെ മാത്രമേ താല്പര്യം സംരക്ഷിക്കാനുണ്ടെന്ന് പറയുന്നുണ്ടോ, അവർ ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കുന്നവരല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതേ പ്രശ്നമുണ്ട്. വർഗസമരം പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവർ തൊഴിലാളി വർഗത്തെ മാത്രം അംഗീകരിക്കുകയും ബാക്കിയുള്ള എല്ലാവരെയും സംഹരിക്കാൻ നിൽക്കുകയും ചെയ്യും. തീവ്രവാദം, മതത്തിൻ്റെ പേരിൽ തീവ്രവാദം പറയുന്നവന് അവൻ്റെ മതം ഒഴികെയുള്ള ബാക്കി എല്ലാ മതങ്ങളെയും സംഹരിക്കാൻ ശ്രമിക്കുന്നവനാണ്. ആ തീവ്രവാദമാണ് ശരി എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവനും യഥാർത്ഥത്തിൽ താൻ എന്തിനു വേണ്ടിയാണോ പറയുന്നത് അതുമായി യോജിക്കാത്തവനെ മുഴുവൻ സംഹരിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഇതാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യം. അത് നമുക്ക് യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവർ രണ്ടുപേരും പരാജയപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം രണ്ടുപേരും ഒരേ രീതിയിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ പ്രക്രിയ തന്നെ ഇല്ലാതെയാക്കി. പക്ഷെ അതിന് ഏറ്റവും വലിയ പിന്തുണ ഈ പറയുന്ന ഇപ്പം ഷാജിയുടെ കാര്യത്തിലാണെങ്കിൽ വേങ്ങര കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലമായിരുന്നു. കുഞ്ഞാലിക്കുട്ടി അത് ഷാജിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഏറ്റവും തീവ്രവാദിയായിട്ട് ഉള്ള നിലപാടെടുക്കുന്ന ആൾക്ക് തൻ്റെ സീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം പിന്തുണ കൊടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. അല്ല, അത് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം കുഞ്ഞാലിക്കുട്ടി നടപ്പാക്കിയതാണ്. കാരണം വേങ്ങര കുഞ്ഞാലിക്കുട്ടിയുടെ നിയോജകമണ്ഡലമാണ്. കുഞ്ഞാലിക്കുട്ടി നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകേണ്ടതില്ല. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ആ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് നിർത്തി സുഖമായിട്ട് ഇദ്ദേഹം ജയിച്ച് അവിടെ വരണം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത് കെ എം ഷാജിയെ പോലെയുള്ള അതിതീവ്രവാദം പറയുന്ന മുസ്ലിമിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നവർ അസംബ്ലിയിൽ ഉണ്ടാവുകയും അവരുടെ പ്രവർത്തനങ്ങൾ അസംബ്ലിയിൽ വേണമെന്നുമാണ് ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം ജനാധിപത്യ വിരുദ്ധവുമാണ്, അതിലൊരു സംശയവുമില്ല. അത് ജനാധിപത്യ വിരുദ്ധമാണ്. അങ്ങനെ ഒരു ആഗ്രഹം ഇവർക്കുണ്ടാകാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അവർക്കുണ്ട്. അതുകൊണ്ടാണല്ലോ കുഞ്ഞാലിക്കുട്ടി വേങ്ങര കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി നിന്നാൽ കെ എം ഷാജി ജയിക്കാൻ സാധ്യതയില്ല എന്ന്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം നിന്ന് മത്സരിച്ച് തോറ്റതാണ്. അവിടെ അദ്ദേഹം പോയി കഴിഞ്ഞാൽ വീണ്ടും തോറ്റുപോകും. അപ്പോൾ അങ്ങനെ തോക്കാൻ പാടില്ല എന്നും കെ എം ഷാജിയെ പോലെ ഉള്ള ഒരു മതതീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, മതമൗലികവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ അസംബ്ലിയിൽ വന്ന് അസംബ്ലിയിൽ മതമൗലികവാദം പറയണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം. മുസ്ലിം ലീഗിൻ്റെ നിലപാട് അതാണ്. അവർക്കപ്പോൾ എങ്ങനെ ജനാധിപത്യം പറയാൻ കഴിയും? ഏതെങ്കിലും ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതാണ് ജനാധിപത്യം. മുസ്ലിങ്ങളുടെ മാത്രം അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് പറയുന്ന ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യം ആകില്ലല്ലോ.
അത് ഏകാധിപത്യത്തിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ മതപരമായ ഏകാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് ആര്? കെ എം ഷാജി. അദ്ദേഹം ജയിക്കുന്നത് ജനാധിപത്യത്തിന് യോജിച്ച കാര്യമല്ല. അതെ, പക്ഷേ ഇവർ രണ്ടുപേരും, അതായത് വി ഡി സതീശനും കെ എം ഷാജിയും ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് പറയുന്നത് മറ്റൊരു അപകടവും കൂടിയില്ലേ? അല്ല, അതിലിപ്പോൾ ഇത് സതീശന് അത്രയും ഷുവറല്ല, പക്ഷേ മറ്റത് ഷുവറാണ്. കാരണം മുസ്ലിങ്ങൾ എല്ലാവരും പോയിട്ട് വോട്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ ജയിപ്പിക്കണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. കെ എം ഷാജി വളരെ ഷുവർ, എന്താ പറയേണ്ടത്, ഏറ്റവും ഒരു സേഫ് സീറ്റിൽ നിന്ന് മത്സരിച്ച് അദ്ദേഹം ജയിച്ച അസംബ്ലിയിൽ വന്ന് അദ്ദേഹം അസംബ്ലിക്കകത്ത് മതാധിപത്യത്തിൻ്റെ തീവ്രമായ വാദഗതികൾ ഉന്നയിക്കുമെന്ന വിശ്വാസം കൊണ്ടല്ലേ അത് ചെയ്യുന്നത്. ഇപ്പുറത്താണെങ്കിലോ തീവ്രവാദികൾ സന്തോഷചിത്തരായിട്ടാണ് ഇദ്ദേഹത്തെ പറഞ്ഞു വിടുന്നത്, വി ഡി സതീശൻ. അപ്പോൾ രണ്ടു കൂട്ടരും ഒരേപോലെ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയും, രണ്ടു കൂട്ടർ അതിനെങ്ങനെ നേരിടാൻ കഴിയുമെന്നുള്ളതാണ് ജനാധിപത്യത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളിൽ ഒന്നായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം തീവ്രവാദ ജനാധിപത്യത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള ചില ദുരന്തങ്ങൾ സംഭവിക്കാറുണ്ട്. കാരണം മറ്റുള്ളവരെ അംഗീകരിക്കാതെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് അവർ വിശ്വസിക്കുകയും അത് മാത്രം തങ്ങൾക്ക് ലഭിക്കണമെന്ന് ശഠിക്കുകയും ചെയ്യുന്നവർ കടന്നു വരുന്നൊരു രീതി ജനാധിപത്യത്തിൽ വളരെ ഒട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും പരാജയപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം.